ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കുകയാണ്. പുട്ടുണ്ടാക്കുന്നത് ഈ ഇഡ്ഡലി തട്ടിലേക്ക് നമ്മളിങ്ങനെ ഗ്ലാസ്സിൽ പുട്ടുപൊടി ഇങ്ങനെ നിറച്ചിട്ട് ഒരു ചെറുതായിട്ടൊരു അമക്കിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് വെച്ചിട്ട് ഒരു തിരി ഇങ്ങനെ ഒന്ന് തിരിച്ച് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ പുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുട്ടുപൊടി ഇങ്ങനെ നനച്ചിട്ട്, സാധാരണ പുട്ടുപൊടി തന്നെ നമ്മൾ നനച്ചു. പിന്നെ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ നിറച്ചിട്ട്, ഈ കുപ്പി ഗ്ലാസ്സാണ് നല്ലത്, കുപ്പി ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇങ്ങനെ നിറച്ചിട്ട് അതിങ്ങനെ ഇതിലേക്ക് വെച്ച് ഇഡ്ഡലി കുക്കറിലേക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ച് ഗ്ലാസ് ഒന്ന് തിരിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് പുട്ട് അതിലേക്കാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 കുറ്റി പുട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഈസി മെത്തേഡാണ്. ഇത്തിരി കൂടെ വലിയ ഇഡ്ഡലി പാത്രമാണെങ്കിൽ 5 കുറ്റി പുട്ടൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാം. 5ഉം 6ഉം കുറ്റി പുട്ടൊക്കെ ഒരുമിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇഡ്ഡലി തട്ടിലുണ്ടാക്കുവാണെങ്കിലും 5 തട്ട് കാണുമല്ലോ ഇഡ്ഡലി ഒഴിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 5 എണ്ണത്തിലേക്ക് 5 എണ്ണം ഇങ്ങനെ ആക്കിയിട്ട് വെക്കാം. ഇത് ഞാൻ ആ ഇഡ്ഡലി തട്ടിനകത്ത് ആ കണ്ണാപ്പ പോലെയുള്ള അതിനകത്തായാണ് വെച്ചിരിക്കുന്നത്. 4 കുറ്റി പുട്ട് ഒരേ സമയത്ത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ വീടുകളിൽ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര താമസമാണ് പുട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇത് എളുപ്പമാണ്. നമുക്ക് കറി ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കാവുന്നതാണ്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങാപ്പീര ഇടുന്ന കാര്യം, തേങ്ങാപ്പീര നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് വേവുന്നതിന് മുമ്പ്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പീര ഇട്ടിട്ടില്ല, മറന്നു പോയതാണ്. തേങ്ങാപ്പീരയും കൂടെ ഇതിൻ്റെ മുകളിലൂടെ വേതറിയിട്ടിടുക. അല്ലാതെ ഗ്ലാസ്സിനകത്ത് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇട്ട് കൊടുത്താൽ ഇത് ഒടിഞ്ഞു വീഴും, നേരെ നിൽക്കത്തില്ല. ഇനി പൊടിഞ്ഞു വീണാലും പ്രശ്നമില്ല, ഇതിനകത്ത് തന്നെയല്ലേ കിടക്കുന്നത്. അപ്പോൾ പൊടിഞ്ഞതായാലും പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പീര ഗ്ലാസ്സിനകത്ത് ഇടാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എളുപ്പം. ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പം തയ്യാറാക്കാം, വീട്ടിലിരിക്കുന്നവർക്കും എല്ലാം എളുപ്പം തയ്യാറാക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ.